ലീഗിന്റെ മുഖത്തു നോക്കി പുച്ഛിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെ കടന്നാക്രമിക്കാൻ മുസ്ലിം ലീഗ് യോഗം ചേരുകയാണ്. നാളെ പാണക്കാട് തങ്ങളുടെ തറവാട്ടിൽ യോഗം ചേരും എന്നുള്ള ഏറ്റവും വലിയ വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ലീഗ് കോൺഗ്രസ് ബന്ധം എത്രമാത്രം വലിയ രീതിയിലാണ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത പോലെ ആടി ഉലയുന്നത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് സകല മുന്നണി മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോ ഡൽഹിയിൽ പോകുന്ന നേതാക്കളാവട്ടെ, ഡൽഹിയിൽ പോകാത്ത നേതാക്കളാവട്ടെ, ആരാണെങ്കിലും ഇൻക്ലൂഡിങ് ഹൈക്കമാൻഡ് അടക്കം പറയുന്നത് എന്താ? ഘടക കക്ഷികളുടെ ടേക്ക് സേ ഇതിനകത്ത് ആവശ്യമില്ല, അത്തരത്തിലൊരു കീഴ്വഴക്കം ഒരു കാരണവശാലും കോൺഗ്രസ് വെച്ചു പുലർത്തില്ല എന്ന് പറയുന്ന വാർത്തകൾ എത്രയാ നമ്മൾ കേട്ട് കടന്നു കഴിഞ്ഞു പോയത്. ലീഗ് യോഗം ചേർന്ന് കൃത്യമായ ഒരു സേ നാളെ പറയുമെന്നുള്ളതാണ്. 20-ന് പുറത്ത് സീറ്റുള്ള ലീഗ് എന്നും കോൺഗ്രസിന് ഒരു ആശ്വാസവാക്കായി ഏത് പ്രശ്നത്തിലും നിൽക്കുന്ന ലീഗ്, UDF എന്ന് പറയുന്ന മുന്നണി ആടി ഉലയുമ്പോൾ മുഴുവനും കുഞ്ഞാപ്പയും കുട്ടികളും നടത്തുന്ന കൃത്യമായ പ്രശ്ന പരിഹാര ഫോർമുല. ലീഗിൽ കുഞ്ഞാപ്പയും പാണക്കാട് തങ്ങളും മാത്രമായി ഉരുത്തിരിച്ചെടുത്തിരിക്കുന്ന എത്ര ഫോർമുലകളുണ്ട്. കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രത്തിൽ UDF മുന്നണിയെ ഒരേപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അതിന് മുഴുവനും മറന്നുകൊണ്ടാണ് 102 സീറ്റിൽ 60-ന് മുകളിൽ സീറ്റ് കോൺഗ്രസിനുണ്ട് എന്നുള്ള ഒരൊറ്റ അഹങ്കാരത്തോടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനെ സഹായിച്ചത് ചെറുതായിട്ടൊന്നുമല്ല. കാസർഗോഡാവട്ടെ, കണ്ണൂരാകട്ടെ, വയനാടാകട്ടെ, കോഴിക്കോടാകട്ടെ, മലപ്പുറത്താകട്ടെ, ഇങ്ങു മധ്യ കേരളത്തിൽ വരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാവട്ടെ, എന്ത് രീതിയിൽ കോൺഗ്രസിന് ആവശ്യമുണ്ടോ അവിടെ മുഴുവനും കുഞ്ഞാപ്പായും കുട്ടികളും ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചിറങ്ങി ജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളില്ല, കൃത്യമായ കേഡർ പാർട്ടിയുടെ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ലീഗ് മുന്നിട്ടിറങ്ങുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഒരു മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന്, ഒരു ചരടുവലിയും ഉണ്ടാവില്ല, ഒരു പുറംകാലും അടക്കിയുള്ള ചവിട്ടും ഉണ്ടാകില്ല, പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നം പോലും ഉണ്ടാകില്ല. ഇറങ്ങിയാൽ ഇറങ്ങിയതു തന്നെ, ജയിപ്പിച്ചിട്ടേ തിരിച്ചു കയറൂ ലീഗ് രാഷ്ട്രീയം പറയുന്ന ഓരോ നേതാവും എന്നുള്ളതാണ്. അത്രമേൽ ഈ പാർട്ടിയുടെ ബാക്ക് ബോണായി നട്ടെല്ലായി നിന്ന ലീഗിനെയാണ് കോൺഗ്രസ് ഇപ്പോൾ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് ഇന്ന് 9 നാൾ കഴിയുന്നു എന്നുള്ളതാണ്. നാളെ പാണക്കാട് കൃത്യമായ ചർച്ചകൾ നടക്കും. മുഖ്യമന്ത്രി ഉണ്ടായില്ലെങ്കിൽ ലീഗ് ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ച് ഒരു പ്രത്യേക ഫോർമുല നാളെ ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നൊക്കെ ലീഗിനെ വലിയ രീതിയിൽ സഹായം പിടിച്ചു പറ്റിയിട്ടുള്ള കോൺഗ്രസ് ഇത്തവണ ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന സമവാക്യത്തിൽ ആടിയുലയുമെന്ന് ഉറപ്പാണ്. കാരണം ജോസഫ് ഓൾറെഡി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു കഴിഞ്ഞു. വിവിധ രാഷ്ട്രീയ ഘടകകക്ഷി നേതാക്കൾ UDF-ലെ ലീഗുമായി ഇന്ന് ഈ രാത്രി തന്നെ ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു.